പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സങ്കീർത്തനം 27-ന്റെ 4-ാം വാക്യം. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ദാവീദിന് ദൈവത്തോടുള്ള ആഗ്രഹവും അപേക്ഷയുമാണ് ഈ വചനത്തിൽ നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുന്നത്. ദാവീദ് ഈ ലോകത്തിലുള്ളതിനെക്കുറിച്ച് ഒന്നുമല്ല ആഗ്രഹിച്ചത്, യഹോവയുടെ മനോഹരത്വം കാണുവാനും ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും തൻ്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കുവാൻ വേണ്ടിയാണ്. യഥാർത്ഥമായി ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് കർത്താവുമായിട്ട് ആഴമായ ബന്ധമുള്ള ഒരു ഭക്തന് മാത്രമേ ഇപ്രകാരം ആഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. അതാണ് കർത്താവ് ദാവീദിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദെന്ന്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളും സംരക്ഷണയും താഴെ ചില വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും, ഇപ്പോഴുള്ള എൻ്റെ ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ജയഘോഷയാങ്ങളെ അർപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലുള്ളതിനെ ഓർത്ത് ഭാരപ്പെട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിലയേറിയ സമയം നാം നഷ്ടപ്പെടുത്തി കളയല്ലേ. ദാവീദിനെ പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ ഉയരത്തിലുള്ളതായിരിക്കട്ടെ, ദൈവഹിത പ്രകാരമായിരിക്കട്ടെ. ഈ ചെറിയ സന്ദേശം പ്രിയപ്പെട്ടവർക്കെല്ലാം അനുഗ്രഹമാകട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആയിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു ഓൾ.